ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇത്രയും നേരം വൈകി ഇതുവരെ എഴുന്നേറ്റിട്ടില്ല കേട്ടോ. അതൊന്നും സൗണ്ടൊക്കെ കണ്ടില്ലേ. എന്തായാലും വേണ്ടില്ല, ഞാൻ അവിടെ കിടന്നു. കുറേ ദിവസം ഇങ്ങനെ ഉറങ്ങിയിട്ട്. അപ്പോൾ എല്ലാവരും രാവിലെ എഴുന്നേറ്റ് വരുന്ന ചായ ഉണ്ടാക്കുന്ന പോലെ ഞങ്ങളെ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ സ്ഥിരം ഇതായതുകൊണ്ട് ഇത് മാറ്റാൻ തോന്നുന്നില്ല, ചായ കുടിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് ഞങ്ങളെ ചായ ഇത് തന്നെയാണ് ഇപ്പോഴും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചായ ഞാൻ ഏതായാലും ഉണ്ടാക്കി. ഇനി കടി ഉണ്ടാക്കുന്നില്ല തൽക്കാലം. കുറച്ച് കാരക്കയുണ്ട്, അപ്പോൾ അങ്ങനെ കുറച്ച് എന്തെങ്കിലുമൊക്കെ കൂട്ടി തൽക്കാലം ഇത് കഴിക്കട്ടെ. പിന്നെ വേഗം ചോറ് കഞ്ഞി എന്തെങ്കിലും വെക്കാമെന്നാണ് പ്ലാൻ. ഒന്നും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്ലാനിങ്ങും ഇന്നില്ല കേട്ടോ. ഇന്ന് ഒരുപാട് പണികളുണ്ട്. അലക്കാനുണ്ട്, ഒരു ലോഡ് കൂട്ടിയിട്ടിട്ട് കണ്ടില്ലേ, അലക്കാനുണ്ട്. ചൂലുണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചൂട്ട് എടുത്തിട്ടിട്ട് കുറേ ദിവസമായിട്ടോ. ഇത്രയും മടി പിടിച്ചൊരു രാവിലെ കുറേ നാളെ അനുഭവത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു മടി പിടിച്ച് ദിവസം രാവിലെ ഉണ്ടായത് കേട്ടോ. കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇവിടുന്ന് അങ്ങോട്ട് ഇനി അല്ല, ഇപ്പോഴത്തെ രാവിലത്തെ മാത്രമേ ഉള്ളൂ ഇങ്ങനെ എളുപ്പപ്പണി. ഇനി എല്ലാം തുടങ്ങണം, വാങ്ങാൻ ഞാൻ പോകണം. മറ്റേ അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ സമയം ഇത്രയും ആയില്ല. ഇപ്പം തന്നെ സമയം എത്രയായി? മെയ് 8:45. അപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നിട്ട് വേണം അലക്കുക ഒക്കെ ബാക്കി പരിപാടി. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു, ആദ്യം സാധനം വാങ്ങിക്കൊണ്ട് വരാം, എന്നിട്ട് വേഗം അലക്കാനുള്ളതൊക്കെ അലക്കി കുളിക്കാം, അത് കഴിഞ്ഞിട്ട് അടുക്കളയിലോട്ട് പ്രവേശിക്കാം എന്നാണ് കരുതിയത്. കാരണം വെയിൽ പോകണതിന് മുമ്പ് അലക്കിയിട്ടല്ലേ ഉണങ്ങി കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. നമ്മളെന്നും അപ്പവും ഇഡ്ഡലിയും ദോശയും പുട്ടും കടലയും പിന്നെ ഒക്കെ ഉണ്ടാക്കി എന്നും രാവിലെ എഴുന്നേറ്റ് ഇത് തന്നെയല്ലേ അമ്മമാർക്ക് പണി. ഒരു ദിവസം ഒന്നും ഇല്ലാതെ ഒന്ന് കഴിച്ചു നോക്കാനേ, അടുക്കളയിൽ അധികം പണിയെടുക്കാതെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ ആവാം എന്നെനിക്ക് തോന്നുന്നു. എന്നാ തൽക്കാലം ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങളെ ചായ ഇതൊക്കെയാണ്. ഇന്ന് ലേശം ചൂടുണ്ട് കേട്ടോ. ഇത്രയും ചൂട് ഉണ്ടാവലില്ല. ഞാൻ രാവിലെ നേരത്തെ എഴുന്നേറ്റ് പാടിങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോൾ ചൂടുണ്ടാവലില്ല. ഇന്ന് ലേശം ചൂടുണ്ട്. അങ്ങനെ ഇതാണ് കേട്ടോ ഞങ്ങളെ കരിങ്കുറ്റി അങ്ങാടി എന്ന് പറയുന്നത്. നമ്മളെ സാധനമൊക്കെ വാങ്ങാൻ നമ്മൾ വരുന്നത് നമ്മളെ അങ്ങാടി. അപ്പോൾ എന്താ പറയുക, ഇതാണ് കരിങ്കുറ്റിയിലെ ബീഫ് കട. പിന്നെ അത് ആ ഓട്ടോ നിർത്തിയിട്ട് കാണില്ലേ, അവിടെയായിട്ടാണ് ഞങ്ങളുടെ റേഷൻ കട. പിന്നെ അങ്ങനെ എല്ലാ കടകളും നമ്മൾ സാധനം വാങ്ങുന്ന ഒട്ടുമിക്ക കടകളെല്ലാം നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങുന്ന കടകളാണ്. അപ്പോൾ ഇതാണ് കരിങ്കുറ്റി അങ്ങാടി. അപ്പോൾ ഇവിടെ മീനും പച്ചക്കറിയും ഒക്കെ ഇവിടെ നിന്ന് തന്നെയാട്ടോ വാങ്ങാറ്. അപ്പോൾ ഇറച്ചി വാങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നേരെ പോയി കുറച്ച് പച്ചക്കറി വാങ്ങി. അപ്പോൾ പെട്ടെന്ന് നേരം വൈകേൻ്റെ ഒരു ഇതുകൊണ്ട് ശരാഞ്ഞ് എപ്പോൾ തീരും എന്നുള്ളത്. രാവിലെ എഴുന്നേറ്റപ്പോൾ കുഴിമടിയായിരുന്നെങ്കിലും പിന്നെ എൻ്റെ മടി അങ്ങ് മാറിയിട്ടോ. മുത്താരിയൊക്കെ കുടിച്ച് സാധനം വാങ്ങാൻ ഇറങ്ങിയ പാട് എല്ലാം ഉഷാറായി. തിരിച്ച് വേഗം പോയിട്ടോ ഇറച്ചി വാങ്ങി, കുറച്ച് പച്ചക്കറി വാങ്ങിയിട്ടോ. പക്ഷേ മുറിക്കൂലേ ഇറച്ചി മുറിക്കണം. അപ്പോൾ ഇത് ആദ്യക്കൂട്ടം പറഞ്ഞു ഞാൻ ഇറച്ചി മുറിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. ആദ്യക്കൂട്ടനാണ് ഇറച്ചി മുറിക്കുന്നത്. ആദ്യക്കൂട്ടം ഇറച്ചി മുറിക്കുകയാണ്. എന്തോരം മുറിക്കുമെന്ന് അറിയില്ല കേട്ടോ, നോക്കാം. മുറിക്കാന്ന് പറഞ്ഞാൽ മുറിക്കുകയാണ്. ഞങ്ങൾ പണി എക്സ്ചേഞ്ച് ചെയ്തു. കേടൊക്കെ മുറിച്ച് കളയാനേ.
അങ്ങനെ ഒരാൾ ഇറച്ചി മുറിച്ചു, ഒരാൾ പയറരിഞ്ഞു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയൊക്കെയാണ് ചെയ്തത്. പക്ഷേ രണ്ടുപേരും ഇത് മുഴുവനാക്കിയില്ല. അത് ഞാൻ തന്നെയാണ് കേട്ടോ മുഴുവനാക്കിയത്. ഞാൻ പിന്നെ വേഗം അലക്കാനുള്ളതൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അലക്കാനുള്ളതൊക്കെ എടുത്തിറങ്ങി. ഇന്നത്തെ ദിവസം ഞാനൊരു 4 വട്ടമെങ്കിലും അലക്കി കാണും കേട്ടോ. രാവിലെ ഒരു അലക്ക്, പിന്നെ എല്ലാ പണിയും കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു അലക്ക്. അത് ഞാൻ തന്നെ മുറിക്കേണ്ടി വന്നു കേട്ടോ. അമ്മമാർക്ക് ആർക്കും മുറിച്ചിട്ട് റെഡിയായില്ല. മുറിച്ചൊന്നും വീഡിയോ പിടിക്കാനും പറ്റിയില്ല കേട്ടോ. ഞാനിങ്ങനെ നിലത്ത് ചിരട്ട വെച്ചിട്ട് ഇങ്ങനെ കഴിഞ്ഞ് കയറി വന്നതാണ്. പയർ അടുപ്പത്ത് വെച്ചു. പയർ തോരനാവട്ടെ. അപ്പോഴത്തേക്ക് ഇനി ഇറച്ചിക്കുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഇത് മോനെ അരിഞ്ഞിട്ട് ഉള്ളി കണ്ടില്ലേ, കണ്ടം തുണ്ടം അരിഞ്ഞിട്ടിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കട്ടെ. അതിൻ്റെ ഇടയിൽ കൂടെ ഉള്ള പണിയാണിത്. ശരിക്കും മൂക്കിൽ ചേർത്ത് വെക്കും. ചോറ് ഇവിടെ ബാക്കി ഉണ്ടായിരുന്നേ. അപ്പം ഞാനത് തിളപ്പിച്ച് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വെച്ച് ലേശം നെയ്ച്ചോറിൻ്റെ അരി ഉണ്ടായിരുന്നു. നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് ഓർത്തു കേട്ടോ. ഗ്രാമ്പൂ കറുകപ്പട്ട ഒന്നുമില്ല കേട്ടോ, ഒന്നുമില്ല. വെറുതെ ഉള്ളി മാറ്റി ഒരു നെയ്ച്ചോറ്. ഞാൻ നോക്കുമ്പോൾ അരി 2 ഗ്ലാസ് അരി ഉണ്ടായിരുന്നല്ലോ കേട്ടോ. കുറച്ച് അരിയേ ഉള്ളൂ. പിന്നെ ചോറ് ലേശം ഉണ്ടല്ലോ. അപ്പോൾ ഉള്ള അരി വെച്ചിട്ട്, ഇതിപ്പോൾ എല്ലാവർക്കും ഒന്നും എത്തൂലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നോക്കാം. ഉള്ള അരി വെച്ചിട്ട് ഞാനത് അടുപ്പത്താക്കിയിട്ട്. ലക്ഷ്മീമി വേണോ? അമ്പടാ, ഇപ്പം തരാം കേട്ടോ. അപ്പോൾ അത് അടുപ്പത്താക്കിയിട്ടുണ്ട്. ചോറ് ഇനി ഇവിടെ കിടന്ന് ഒരു വിസിൽ വരുമ്പോഴത്തേക്കും ചോറ് റെഡി കേട്ടോ. ഒറ്റ വിസിൽ മതി. അമ്മ ഇപ്പോൾ തരാം കേട്ടോ കുഞ്ഞിന്. ഞങ്ങളെന്നും കോലം കാണിക്കാൻ പറ്റാത്ത എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഒരുപാട് പണികളുള്ളതുകൊണ്ട് ഞാൻ അലക്കി കയറി വന്നിട്ട് അതേപോലെ നിൽക്കുക കേട്ടോ. നനഞ്ഞ് ചീഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അടുക്കളത്തെ പണി തീർത്തിട്ട് അങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട്. എച്ചിമീമി വേണോ? അമ്മ എടുത്തരേ. എടുക്കുവാന്ന്. ഇതാ എച്ചിമീമി. പാത്രത്തിലേക്ക് ഇടട്ടെ. അപ്പോൾ പറഞ്ഞത് മുഴുവനായില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഞങ്ങളെ കോലം ഒന്നും കാണിക്കാത്തത് കേട്ടോ. കൊടുവിനാണ് ചുമയുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇനി ബാത്റൂം കഴുകാനും ഒരുപാട് പണിയുണ്ട്. അടിക്കാനും തുടയ്ക്കാനും പാത്രം ഒരുപാട് കഴുകാനും ഒക്കെ. അങ്ങോട്ട് പോകണോ? എന്നാൽ പോവാ. അമ്മ ഇറക്കി തരാം കുഞ്ഞിനെ കസാരയെന്ന്. നേരെ ഒരു അല്പം വൈകി എഴുന്നേറ്റാനുള്ള സ്ഥിതി കണ്ടില്ലേ. ഇതെല്ലാം ഇനി കഴുകണം, തീർക്കണം. ഒന്നാമത് നമുക്ക് സൗകര്യം കൂടി കുറവായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറ്റി വെക്കാനും അടുക്കി പെറുക്കി അതിനുള്ളൊരു സൗകര്യമില്ല. പിന്നെ ഉള്ളത് ഞാൻ പണിയെല്ലാം കഴിയുമ്പോൾ എല്ലാം കഴുകി പെറുക്കി ഓരോ ഭാഗത്താക്കും. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി നേരെ ഒരിത്തിരി വൈകിയതിൻ്റെ പെടാപ്പാടാണ് ഇനിയിപ്പോൾ ഇവിടെ കിടന്നിട്ട്. അപ്പോഴേ വർത്താനം പറഞ്ഞാൽ അത്രയും സമയം. ഇപ്പം തന്നെ 12 മണി ആവാനായിട്ടോ. പക്ഷേ കറിയായിട്ടുണ്ട്, തോരനായിട്ടുണ്ട്. ഇത് ചോറൊന്ന് വിസിൽ വന്നാൽ മതി. പക്ഷേ പാവം ആദ്യക്കൂട്ടം കണ്ടില്ലേ, ആദ്യക്കൂട്ടന് എനിക്ക് ചോറുണ്ടാക്കാൻ. സൂപ്പറാ? ഇഷ്ടമായോ കുഞ്ഞിന്? കുഞ്ഞ് എച്ചിമീമി തിന്നുവാണോ? തിന്നോട്ടോ. ഇതാണിത്. ഒരൊറ്റ വിസിലടിച്ചുള്ളൂ കേട്ടോ. ഒരു വിസിലടിച്ചപ്പോൾ തന്നെ ഓഫാക്കി ഞാൻ അവിടെ വെച്ചിരുന്നു. ഓഫാക്കി വെച്ചിരുന്നേ. പിന്നെ അതിപ്പോൾ സമയം 1 മണി കഴിഞ്ഞു കേട്ടോ. 1 മണി കഴിഞ്ഞപ്പോഴത്തേക്കും അടുക്കളയിൽ ഒരുവിധമായി. ഇതാ ആദ്യക്കൂട്ടന് ഇതാ ഇത്രയും ജോലി ഉണ്ടാക്കി. കാണിച്ചു ആദ്യക്കൂട്ട, കാണിച്ച്. ഒരു കുഞ്ഞ് ഈർക്കൽ ചൂലിൻ്റെ എത്ര ആയിട്ടുള്ളൂ. ഒരു ലേശം കൂടി. എനിക്കിപ്പോൾ വേണ്ടടാ. ഞാൻ എൻ്റെ പണിയൊക്കെ കഴിയട്ടെ. ഞാൻ എന്നിട്ട് തിന്നോളാം. നിങ്ങൾ തിന്നോ. കൊടുവിനുള്ളപ്പോൾ അമ്മ കൊണ്ടുവരേ.
അവർക്ക് ചോറെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അടിച്ചു വാരലോ മൊത്തം ഒന്ന് തട്ടി അടിച്ചു കേട്ടോ. ഇതുപോലെ ഒന്ന് വാരിക്കളഞ്ഞുകൊണ്ട് കുറച്ച് കുറവുണ്ടായിരുന്നു ആശ്വാസം, എന്നാലും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കൊടുവിനെ കുളിപ്പിച്ചു. എന്നിട്ട് പിന്നെ ഞാൻ വേഗം ആദ്യം കൊടുനോട് കുളിക്കാൻ പറഞ്ഞു. മോനിസിനോട് പിന്നെ കുളിക്കാൻ ഒഴിവുള്ള ദിവസം കുളിക്കാൻ പറഞ്ഞാൽ അവൻ കുളിക്കില്ല, അവന് ഇഷ്ടമില്ല, അവൻ എന്ത് ചെയ്താൽ കുളിക്കില്ല, അവൻ വൈകുന്നേരമേ കുളിക്കുള്ളേ. പിന്നെ ആദ്യം കൂട്ടിന് ഏതായാലും ഇതിൽ കുളിക്കാൻ പറഞ്ഞപ്പം വേഗം കുളിക്കാൻ വേണ്ടി വന്നു കേട്ടോ. ഇനി ഈ അലക്കുന്ന ബക്കറ്റെല്ലാം ഇങ്ങനെ മുറ്റത്ത് തന്നെ വെക്കുന്നതുകൊണ്ട് എങ്ങനെയായാലും മണ്ണും ചളിയും പിടിക്കും കേട്ടോ. അപ്പോൾ പിന്നെ പാത്രം അതെല്ലാം ഒന്ന് കഴുകി മൊത്തം തുടച്ചു. എന്താ പറയുക, രാവിലത്തെ മടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെയുള്ള പണികളിൽ തീർക്കണം എന്നുള്ളൊരു വാശിയായിരുന്നു, എല്ലാം തീർക്കണം. പക്ഷെ ചൂലുണ്ടാക്കൽ മാത്രം നടന്നില്ല കേട്ടോ. ആദ്യക്കൂട്ടൻ ഉണ്ടാക്കി തീർക്കൽ തന്നെയുള്ളൂ. ഇനിയിപ്പോൾ അത് പിന്നെ ഒരു ദിവസം ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. പാത്രം കഴുകി, ബാത്റൂം തേച്ച് കഴിഞ്ഞു. ബാത്റൂം കഴുകുമ്പം രാവിലെ ഞാൻ ഓർത്തായിരുന്നു കേട്ടോ ബാത്റൂം. അപ്പോൾ നോക്കുമ്പോൾ ഹാർപ്പിക്കൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളതൊക്കെ വെച്ച് ഞങ്ങൾ ബാത്റൂമും കഴുകി എല്ലാം കഴിഞ്ഞ് കുളിച്ച് കയറി വന്നപ്പോഴത്തേക്ക് സമയം വിട്ട് സമയമായിരുന്നു കേട്ടോ. വിശന്ന് മടുത്തായിരുന്നു ഞാൻ. പിന്നെ അയൽക്കൂട്ടത്തിന് പോകാനുള്ള സമയമായി. അതുകൊണ്ട് പിന്നെ വേഗം കുളിച്ച് മാറ്റി തന്നെ പോന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചോറിനായിരുന്നപ്പോഴത്തേക്ക് അവിടെ അടിയായിരുന്നു കേട്ടോ, ആദ്യക്കൂട്ടനും കൂടും കൂടെ. അപ്പം ശരിക്കും ഞങ്ങൾ അവിടെ ഇരുന്ന് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നേ, പക്ഷെ അത് കേൾക്കാൻ കഴിയില്ല ഞങ്ങൾക്ക്. അതിൻ്റെ ഇടയിൽ കൂടെ കുടുവിൻ്റെ കരച്ചിലേ കേൾക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തൊക്കെയാണെങ്കിലും കൂട്ടുകാർ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ നമുക്കിങ്ങനെ വീഡിയോ ചെയ്യാൻ കഴിയുന്നത്. അപ്പം നമ്മൾ ഒരുപാട് പുതിയ കൂട്ടുകാർ ഒരുപാട് പേര് വരുന്നുണ്ട്. പക്ഷേ എനിക്ക് എല്ലാവരും വീഡിയോ ഒന്നും കാണാൻ കഴിയാറില്ല. ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് കൂട്ടുകാരുണ്ട്, അവരത് തന്നെ എനിക്ക് എന്താ പറയുക, ഞാൻ എത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ആരും പിണക്കം വിചാരിക്കരുത്. എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ എന്തായാലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ വീഡിയോ പോലും മര്യാദയ്ക്ക് ഇടാനുള്ളൊരു ഇപ്പോൾ ആഴ്ചയിൽ ഒന്നായി മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ലൈവ് കിട്ടുന്ന സമയത്ത് ഇടലുണ്ടായിരുന്നു. ഇപ്പോൾ അതിനും കഴിയുന്നില്ല. ആഴ്ച 2 ദിവസം എന്നുള്ളത് ഇപ്പോൾ 1 ദിവസമായി മാറി. അപ്പം ഞാനിവിടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു, പക്ഷേ അപ്പോഴത്തേക്കുണ്ടല്ലോ പിന്നെ അവിടെ വഴക്കായപ്പോൾ പിന്നെ ഞാൻ ആ സൗണ്ട് കളഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കഴിഞ്ഞിട്ട് ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോഴത്തേക്കും ആദ്യക്കൂട്ടം കളിക്കാൻ പോയായിരുന്നു കേട്ടോ. ഞാൻ വിളിച്ച് മുത്താറി കൊടുത്തു, കുറച്ചുകൂടെ 2 ഗ്ലാസ് മുത്താറിയും കൂടെ കൊടുത്തു കേട്ടോ വൈകുന്നേരത്തെ കളി കഴിഞ്ഞിറങ്ങിയപ്പം. അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നു. ഞാൻ അയൽക്കൂട്ടത്തിനൊക്കെ പോയി വന്നു. 5:30ഒക്കെ ആയി കേട്ടോ. അയൽക്കൂട്ടമൊക്കെ കഴിഞ്ഞ് 2 അയൽക്കൂട്ടം കഴിഞ്ഞ് വന്നപ്പം അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് മൂത്തമ്മേൻ്റെ അടുത്തുനിന്ന് പോവാമെന്ന് പറഞ്ഞേ. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ മൂത്തമ്മേൻ്റെ അടുത്ത് വീട്. അപ്പോൾ വീട്ടിലാണെങ്കിലും പോയിട്ട് ഒരുപാടായിട്ട് അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് പോയിട്ടും ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് തോട്ടക്കാടേക്ക്. അവിടെ പോയി ഞാൻ ഇന്ന് തന്നെ എത്തൂല, അപ്പോൾ നാളെ പണിക്കും പോകണ്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെയാണ് കേട്ടോ, ഒരുപാട് മടുപ്പും എൻ്റെ ഒരുപാട് മടുപ്പും കാര്യങ്ങളും എല്ലാം മറക്കുന്നൊരു സംഭവമാണ് കേട്ടോ എനിക്ക് യാത്ര അല്ലെങ്കിൽ വണ്ടി ഓടിച്ച് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എല്ലാം മറക്കാനും ഒത്തിരി ഒരു എന്താ പറയുക സന്തോഷമാണ് കേട്ടോ. അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ മടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. പക്ഷേ മൂത്തമ്മേൻ്റെ അടുത്ത് പോയി ഞങ്ങൾ കേട്ടോ. ഗുരുസാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. പരശിനീശ്വര വിശ്വരക്ഷക പഠിക്കും രക്ഷ നൽകി മുക്തി നൽകി കാത്തരുളേ ദേവ. പരശിനീശ്വര വിശ്വരക്ഷക രക്ഷ നൽകി. ബോധമുള്ള അമ്മയെന്തേ മാറ്റുവാൻ മടിക്കുന്നു. അമ്മേ നാരായണ ദേവി നാരായണ
ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. അതോ വാങ്ങി നല്ല കുട്ടിയാട്ടോ, ചക്കര കുട്ടിയാടെ. കുഞ്ഞേ കുഞ്ഞേ എവിടെ പാട്ടൊന്ന് പാടാൻ വന്നൂടെ, കുഞ്ഞിക്കണ്ണു തുറന്നാലല്ലേ കുഞ്ഞു മുഖവും കാണുള്ളൂ. വിളിച്ചില്ലേ നന്നോ? അടിപൊളി, സൂപ്പർ. കുറേ ദിവസമായിട്ടോ ഇവിടെ വന്നിട്ട്, കുറേ ആയി, 2 മാസം നല്ലല്ലോ അമ്മേ. അപ്പം നിങ്ങൾക്ക് പാട്ടൊക്കെ പാടി തന്ന അമ്മയായിട്ടത്. അമ്മേൻ്റെ അടുത്ത് ഒന്നുകൂടി വന്നതാണ്. സമയമില്ലാത്ത സമയത്ത് 1 മണിക്കൂറുള്ള സമയം, 1 മണിക്കൂറിൽ വന്നു പോവാം. അമ്മേ ഇനി ഒരു ചോളം ഉണ്ടാവില്ല, അമ്മയുണ്ട്. ആരുണ്ടാവില്ല. എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെ നിലത്ത് ചമ്മറം പടിഞ്ഞിരുന്നിട്ട് ഇങ്ങനെ എന്താ ചക്കയൊക്കെ ഇങ്ങനെ വെട്ടി തിന്നുന്ന സംഭവം. വീട്ടിൽ ചെന്നാലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ചക്ക ഉണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങോട്ട് നിലത്ത് അവിടെ എവിടെയും കുത്തിയിരുന്ന് ഇങ്ങനെ തിന്നും കേട്ടോ. കുത്തിയിരുന്നൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നുണ്ടോ? എൻ്റെ ഭാഷ അങ്ങനെ ആയിപ്പോയി. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ചക്ക തിന്നു. പിന്നെ മുത്തശ്ശൻ്റെ കൂടെ കുറച്ച് നേരം അവർ കളിച്ചു. മുത്തശ്ശനെ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, കുറുമ്പൻ. പിന്നെ അധികം നേരം നിൽക്കാനും സമയമില്ല. ഒന്ന് കണ്ടു പോന്നു, അത്രേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ പോരും ചെയ്തു. ഇനിയിപ്പോൾ നാളെ ഈദ് മുബാറക്ക്, നാളെ അവധി ഇല്ലാന്ന് തോന്നുന്നു ഞങ്ങൾക്ക്. എന്താ ഇവിടെ വന്നാൽ ഇപ്പോൾ ചക്ക നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത്. ചാപ്പി, ചായ അല്ല, കാപ്പിയല്ല, ചാപ്പി. ഇത് അമ്മേൻ്റെ സ്പെഷ്യൽ ചാപ്പിയാണ് കേട്ടോ. ഇത് അമ്മ എന്താ ഉലുവാപ്പൊടി, ഉലുവ, ജീരകം, അങ്ങനെ എന്തൊക്കെയോ ചേർത്ത് പൊടിച്ചുണ്ടാക്കുന്ന നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് എന്താണെങ്കിലും ഒരു ഗ്ലാസ് കുടിക്കുമ്പോൾ ഒരു സുഖമാണ് അമ്മേത്. അപ്പോൾ കൂട്ടുകാരെ അങ്ങനെ അവിടുന്ന് ചായയൊക്കെ കുടിച്ചിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങളൊരു 7:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ സന്ധ്യയായി. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് മടി പിടിച്ച് തുടങ്ങിയ ദിവസമാണെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ പണികൾ ഞാനിന്ന് ചെയ്തു തീർത്തു കേട്ടോ. ചെയ്യാനുള്ളതെല്ലാം അമ്മമാരങ്ങനെ തന്നെയാണ്, എത്ര മടി പിടിച്ച് എഴുന്നേറ്റിട്ടും കാര്യമില്ല, അവർ ചെയ്യുന്നതെല്ലാം ചെയ്തേ തീരും. അപ്പോൾ ഞങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒത്തിരി നന്ദി പറയുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കാണുമ്പോൾ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടുകാരും ഒരിക്കൽ കൂടി താങ്ക് യു പറഞ്ഞുകൊണ്ട് നല്ലൊരു ശുഭരാത്രി നേരുന്നു. ഗുഡ് നൈറ്റ്. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയം രാത്രി ആയതുകൊണ്ടാണ് എനിക്ക് പറഞ്ഞിട്ടോ. പിന്നെ എല്ലാ വീടുകളിലും ഒരാവന്തിയോളം പണിയെടുക്കുന്ന, പലപ്പോഴും പലരും മനസ്സിലാക്കാതെ പോകുന്ന എല്ലാ അമ്മമാർക്കും, കാരണം അമ്മമാരുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും മനസ്സിലാക്കുന്ന എല്ലാ അച്ഛന്മാർക്കും, എല്ലാ അമ്മമാർക്കും ഒരുപാട് നന്ദി.